ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ നേരെ സാൽമിയയിൽ പോവാണ്. സാൽമിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. ഇപ്പം ഞാൻ ഹവലിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ബാക്കിൽ കാണുന്നതാണ് എൻ്റെ ഫ്ലാറ്റ്. സോ ഞാൻ ഹവലിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് ധൃതി ആയതുകൊണ്ട് ഫോട്ടോ ഇൻട്രൊഡക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഞാൻ പോണ വഴിയിലെടുക്കാമെന്ന് വിചാരിച്ചത്. വണ്ടികളുടെ ശബ്ദമൊക്കെ ഉണ്ടാകും. ഞാൻ റോട്ടിൽ കൂടിയാണ് ഇപ്പോൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ സാൽമിയയിൽ പോവാണ്. സാൽമിയയിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ വഴി കാണിച്ചു തരാണ്. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകണേന് സാൽമയിലോട്ട് പോകണേന്. അപ്പോൾ ഈ വഴി കാണിച്ചെന്നാണ്, തിരിച്ച് കാണിച്ചത് തന്നെ ഫ്ലാറ്റ് അവിടെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നാണ്. അപ്പോൾ ഈ വഴി കൂടി നടന്ന് വേണം എനിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ വണ്ടിയുടെ ശബ്ദം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ സമയം 6:30 വരുന്നു. 6:30 വരുന്നുണ്ട് കേട്ടോ. ഷെയ്ക്കൊക്കെ ഉണ്ടാവും, എൻ്റെ വീഡിയോയിൽ ഷെയ്ക്കൊക്കെ ഉണ്ടാവും. കാര്യമൊക്കെ ഉണ്ടാവും. ഫ്രണ്ടിലൊരു വണ്ടി നിർത്തിയിട്ടുണ്ട്. അതാ ലൈറ്റ്, നല്ല ലൈറ്റില്ലേ മുഖത്ത്. ഈശ്വര, ഈ ചക്ക പോലത്തെ വണ്ടിയുടെ ഇടയിൽ കൂടി വേണം ഞാൻ പോകാനായിട്ട്. ഓക്കെ, സോ ഉണ്ടോ ലൂറി. ഇപ്പോൾ റമദാൻ്റെ നോമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇന്ന് ആൾക്കാർക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവിടെ രാവിലെ ഒന്നും നോർമലി ഷോപ്പൊന്നും തുറക്കില്ല. ബിക്കോസ് റമദാൻ ആയതുകൊണ്ട്, കുവൈറ്റ് ആയതുകൊണ്ട് റമദാൻ്റെ ഷോപ്പൊന്നും ഇവിടെ തുറക്കില്ല. അപ്പോൾ 6 മണി കഴിഞ്ഞ ശേഷം ഇവിടെ കടകളൊക്കെ തുറക്കും. ചില്ലത് വെളുപ്പിനെ വരെ ഉണ്ടാവും. ഒരു 3 മണി വരെയൊക്കെ ഉണ്ടാവും നോർമൽ റെസ്റ്റോറൻറ്റൊക്കെ. അല്ലെങ്കിൽ റമദാൻ്റെ ടൈം കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ റെസ്റ്റോറൻറ്റൊക്കെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കാണല്ലോ പോണത്. അപ്പോൾ ബസ് സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പ് കാണുന്നതാണ് ദാ നേരെ കാണുന്നത്. ആ നേരെ കാണുന്നതല്ല, കുറച്ചങ്ങോട്ട് നീങ്ങണം. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ സമയം ഏകദേശം ഒരു 6:25 6:35 അടുത്തായിട്ടുണ്ട്. കാരണം 6:30ക്ക് മുന്നെയാണ് ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 10 മിനിറ്റ് എനിക്ക് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ നേരെ നമ്മൾ നടക്കണേ. ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. അതേ ആ വെള്ള ഷീറ്റ് കണ്ടോ, വെള്ള ഷെഡ് കണ്ടോ, അതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ബസ് ദുവാൻ്റെ അവിടെ നിന്നാണ് വരണത്. അവിടെ നിന്നാണ് ബസ് വരേണ്ടത്. ഇപ്പോൾ ബസ് വന്നില്ല കണ്ടോ. അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാം. വഴിയുടെ അരികത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ്സൊന്നും നിർത്തത്തില്ല. കൃത്യനിഷ്ഠമാണ് ഇവിടുത്തെ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുന്നു. സോ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. പിന്നെ ബസ് ഞാൻ കാണിച്ചു തരാം. അതേ കണ്ടോ ആ പോണ പോലത്തെ ബസ്സാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ബസ് ഇപ്പോൾ ഇവിടെ വരും. ഇനി കുറച്ച് നേരം പോസ്റ്റാണ്. നമുക്കിവിടെ ഇരിക്കാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. നമുക്കിവിടെ ഇരിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഒരു പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ആ സൈഡിൽ കൂടി കുറേ ബസ് പോകുന്നുണ്ടായിരുന്നു. ഈ സൈഡിൽ കൂടി ബസ്സേ വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഏകദേശം ഒരു 6:45 വരെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ബസ് ഈ സൈഡിൽ കൂടി വന്നിട്ടുണ്ടായിരുന്നില്ല. ബസ് വന്നാലല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കുറേ നേരം അവിടെ നിന്ന് ആ സൈഡിൽ കൂടി കുറേ ബസ് പോയി. ഇവിടെ ഈ സൈഡിൽ കൂടി ആണെങ്കിൽ വരില്ല. അവസാനം ദേ ഒരു ബസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടർ ഇല്ല, നമ്മൾ സ്വന്തമായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ 77 ഇവിടുത്തെ ബസ്സിനൊക്കെ 77 നമ്പറാണ്. നമ്മൾ നമ്പർ അനുസരിച്ചാണ് കയറേണ്ടത്. പിന്നെ ഈ ചേച്ചി ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കയറാമെന്ന് വിചാരിച്ചു. ആ ചേട്ടൻ വേഗം കയറും. ആ ചേട്ടൻ കയറി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കയറുവേ. ഇപ്പോൾ ടിക്കറ്റ് 250 ഫിൽസ് ആയിരുന്നു എൻ്റെ ടിക്കറ്റ് സാൽമിയ വരെ. എത്ര കിലോമീറ്റർ ഒന്നും എനിക്കറിയില്ല. 250 ഫിൽസ് കൊടുത്താണ് ഞാൻ കയറിയത്. അപ്പോൾ ബസ്സിന് നല്ല ആട്ടമുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ ആടണുണ്ടായിരുന്നു. അതായത് ഞാൻ നല്ലപോലെ ആടണ്ടായിരുന്നു. ബസ് ഒടുക്കത്തെ സ്പീഡിലാണ് പോയത്. ഞാൻ അവസാനം ഇത് ഇവിടെ ഇരിക്കും കേട്ടോ. അല്ല, ആദ്യമേ ഞാൻ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ സീറ്റ് മാറും. അത് ഞാൻ കുറേ നേരം അവിടെ നിന്ന്. കാരണം ഈ ബസ് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ എടുത്തേക്കണോണ്ട് എനിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. അവസാനം ഞാൻ അവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊരു ഭംഗിയില്ല. ഒരു രസമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറും. ഇവിടെ ഇരുന്ന് ഇവിടെ അടിപൊളിയായിരുന്നു ഈ സീറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് ഉണ്ട് ബസ്സിൽ. എല്ലാ ബസ്സും ഏകദേശം ഇതേയല്ലേ, കുറച്ച് താഴെ പിന്നെ കുറച്ച് മുകളിൽ. അപ്പോൾ എൻ്റെ ബാക്കിൽ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ നോക്കുമായിരുന്നു ഞാൻ എന്താണ് ഈ ചെയ്യണേന്നും പറഞ്ഞു. കാരണം ഇവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് അങ്ങനെ വലിയ ആർക്കും അങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ ആരും എടുക്കാറില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വോയിസ് ഓവർ ചെയ്യണത് കാറ്റ് ഉള്ളത് കൊണ്ടാണ്. നല്ലതായിട്ട് കാറ്റുണ്ട്. പിന്നെ വണ്ടികളുടെ കുറേ ശബ്ദം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യണേ കേട്ടോ. അപ്പം ഞാൻ ഇനി നേരെ സാൽമിയയിലോട്ടാണ് പോണത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു
10-15 മിനിറ്റ് മതി നമുക്ക് സാൽമയിലെത്താനായിട്ട്. വേഗം നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ. അത് ആ പോണ ബസ് കണ്ടോ, അവിടെയാണ് ഞാൻ അതിലാണ് ഞാൻ കയറിയത് വന്നത്. ഓ എന്ത് വെള്ളിയാണ് ഈ പറയണത്. ഇനി നമ്മൾ നേരെ നടക്കാം. നമ്മളിപ്പോൾ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ആരാണെന്നൊക്കെ ഞാൻ ഇപ്പോൾ വഴിയെ പറയാം. ഒരാളെ കാണാൻ വേണ്ടി നമുക്ക് പോണത്. അപ്പോൾ ഇച്ചിരി നടക്കാനുണ്ട്, ഇച്ചിരി നടക്കാം നമുക്ക് നേരെ. നമ്മളിപ്പോൾ എത്തും. സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ് ഇതല്ലായിരുന്നു. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇറങ്ങേണ്ടത്. പക്ഷെ ഞാൻ അതിന് മുന്നത്തെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. എന്നിട്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടക്കുക. മണ്ടി എന്ത് ചെയ്യാനാ. സാളെത്തിപ്പോയി. ദാണ്ട് വരുന്നു. എന്നെ വിളിക്കുന്നുണ്ട് അപ്പുറത്തേക്ക്. ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് പോട്ടെ. ഹലോ, സേ ഹായ്. ഹായ് പറ. സോ ഇതാരാന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ. ഇപ്പോഴല്ല പിന്നെ. പക്ഷെ ഞാൻ വിളിക്കുന്ന ഏട്ടനാണ്. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിക്കത്തുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ ചോദിക്കരുത് ആരാ ഏട്ടൻ. ഓക്കെ. സോ റോഡ് ക്രോസ് ചെയ്തിട്ട് ഞാൻ ഓൾഡ് സൂക്കിലേക്കാണ് പോണത്. സാൽമിയ. ഒപ്പം അശ്വിൻ എന്നാണ് പേര്. സോ നമ്മൾ അങ്ങോട്ട് പോണേണ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നല്ല ചായ കിട്ടും, പിന്നെ റോൾസ് ഒക്കെ കിട്ടും. മീൻസ് ബർഗർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. ടീ ടൈം അടിപൊളിയാ അല്ലേ. ആ കാണുന്നതാണ് നമ്മുടെ MRG. വില കുറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടും അവിടെ. എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തുണ്ട് MRG എന്ന് പറഞ്ഞ സ്ഥലം. അടിപൊളിയാണേ. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം. അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ചായയൊക്കെ കിട്ടും. നൈസ. നമുക്കിവിടെ പൂച്ചകൾ കൂടുതലാണ്, കാരണം പട്ടികളില്ലാത്തതുകൊണ്ട്. കണ്ടോ, പൂച്ചകളാണ് കൂടുതൽ. കണ്ട ഹായ് ഇങ്ങോട്ടേക്ക് വന്ന് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറേ നാളല്ല, എപ്പോഴും ഇവിടെ വരും. എപ്പോഴും ഇവിടെ വന്ന് ഇവിടെ ഇരിക്കാം. ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാം. ഇവിടെ ഈ കാണുന്നതൊക്കെ കുറേ ഷോപ്പാണ്. കൂടുതലും ഫിലിപ്പീൻസിൻ്റെ ആണ്. ഫിലിപ്പീൻസിൻ്റെ സ്ഥലമാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഫിലിപ്പീൻസ് ആൾക്കാരായിരിക്കും. സോ ഇവിടെ കുഞ്ഞു കടകളുണ്ട്. എല്ലാം കിട്ടും കേട്ടോ, എല്ലാം കിട്ടും. മൊത്തം ഫിലിപ്പീൻസിൻ്റെ ആണ് മൊത്തം ഷോപ്പും. കൂടുതൽ വിലക്കുറവിലുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഫുഡായാലും അവരുടെ ടേസ്റ്റ്, ഇന്ത്യൻ, നേപ്പാളി, പിന്നെ ശ്രീലങ്കൻ ഫുഡ്, അങ്ങനത്തെ കുറേ ഫുഡൊക്കെ ഇവിടെ കിട്ടും. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലുലു ഉണ്ട് അവിടെ. നമ്മുടെ ലുലു അവിടെ ഉണ്ട്, പക്ഷെ ഇപ്പം കാണാൻ പറ്റുന്നില്ല. ഗായ്സ്, ഇതാണ് നമ്മളുടെ ഓൾഡ് സൂക്ക്. കണ്ടോ, ഈ മഞ്ഞ കളറിൽ കാണുന്ന കുഞ്ഞു കടകളിൽ നിറച്ച സാധനങ്ങളാണ് ഇവിടെ. പക്ഷേ വിലക്കുറവെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് നമുക്ക് വിലകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും വിലയുണ്ട്, നല്ല വിലയുണ്ട്. എല്ലാത്തിനും നല്ല വിലയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. തുറന്നു വന്നെ ഞാൻ പറഞ്ഞില്ലേ, റമദാൻ ആയതുകൊണ്ട് ഷോപ്പൊക്കെ അടിച്ചിട്ടേക്കിരുന്നത്. സോ ഷോപ്പൊക്കെ തുറന്നു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിലെ കൂടി ഇങ്ങനെ നടന്ന് ലാസ്റ്റ് ഒരു കടയിൽ കയറി ഞാൻ ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്ത്. കാണിക്കാൻ പറ്റില്ല, സോറി, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അവർ ഫിലിപ്പീൻസിൻ്റെ കടയായിരുന്നു. എനിക്ക് ഫുള്ള് ഗേൾസിൻ്റെ കടയായിരുന്നു. എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് ഒരു ഡ്രസ്സ്, നൈറ്റ് ഡ്രസ്സ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഏട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുകയാണ്. എനിക്ക് കട്ട പോസ്റ്റ് തന്നുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഞാൻ ബ്ലോഗ് എടുക്കാൻ എന്ന് ഞാൻ സംസാരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കട കാണിച്ചു തരാം. ഇതുപോലത്തെ കട എന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ഇവിടെ ഒരു കടയുണ്ടോ, ഗേൾസിൻ്റെ കട, അതേപോലത്തെ ഒരു കടയിൽ നിന്നാണ് ഞാനും മേടിച്ചത് കേട്ടോ. സോ ഇവിടെ ഷോപ്പൊക്കെ ഇപ്പോൾ തുറന്ന് വന്നോളൂ. കണ്ടടിച്ചിട്ടേക്കുന്നുണ്ടോ? ഇതൊക്കെ തുറക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് വന്നേ ഉള്ളൂ. ഓരോ കടകളും തുറന്ന് വരണേ ഉള്ളൂ കേട്ടോ. സോ ഞാനിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ചത്. ഞാൻ പോസ്റ്റാണ്, കട്ട പോസ്റ്റാണ്. ഏട്ടൻ കാണിച്ചത്. സോ ഗൈസ്, കണ്ടോ, സംസാരിക്കുന്നുണ്ടോ? അവരവിടെ സംസാരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ചിരുന്നുകൊണ്ട് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു മാളല്ല, ഇതൊരു സ്ഥലം, ഷോപ്പിംഗ് ചെയ്യുന്ന സ്ഥലം. ഡ്രസ്സൊക്കെ കിട്ടും. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ്. താഴത്തെ ഫ്ലോറിലാണ് ഡ്രസ്സൊക്കെ ഉള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ നമ്മുടെ നോർമൽ സാധനങ്ങളൊക്കെയാണ്. സോ ഞാനപ്പോൾ ജസ്റ്റ് ഇവിടേക്കൊന്ന് പരിധി നോക്കാമെന്ന് വിചാരിച്ചു.
ഇങ്ങനെ പെരുകി നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ. പ്രത്യേകിച്ച് ഇതേപോലത്തെ ഡ്രസ്സൊക്കെയാണ് ഇവിടെ. ഇത് നമുക്ക് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല, കണ്ട തമിഴന്മാരുടെ ഡ്രസ്സൊക്കെയാണ്. സോ ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. നല്ല ഡ്രസ്സൊക്കെ വല്ലതും ഉണ്ടാന്ന് നോക്കട്ടെ. ഇങ്ങനത്തെ ഡെനിമിൻ്റെ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റാണ്. സോ അതൊന്നും നമ്മൾ മേടിക്കാൻ പോകണില്ല. ഡെനിമിൻ്റെ ഡ്രസ്സിനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഞാൻ മോളിൽ പോയി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മുകളിലാണെങ്കിൽ നമ്മൾ കുറേ പെർഫ്യൂം, സ്റ്റേഷനറി ഐറ്റംസാണ് മൊത്തം കിട്ടുന്നത്. നമ്മുടെ എല്ലാ അലുക്കുലുത്ത് സാധനങ്ങളും മൊത്തം, വീട്ടിലേക്കുള്ള സാധനങ്ങൾ, പെർഫ്യൂം, ഷാംപൂ, സ്ട്രെയിറ്റ്നർ, പേഴ്സ്, ചീപ്പ്, സോപ്പ്, പൊട്ട്, കണ്ണാടി, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ കിട്ടും. അപ്പം ഞാനാണെങ്കിൽ ചുമ്മാ ഇവിടേക്ക് ഇങ്ങനെ നോക്കണമായിരുന്നു. അപ്പം ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് സ്ട്രെയിറ്റ്നർ മേടിച്ചത്. സ്ട്രെയിറ്റ്നർ അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല, നോർമൽ റേറ്റ് ആയിരുന്നു. പക്ഷെ നല്ല സ്ട്രെയിറ്റ്നർ ആയിരുന്നു. അത്യാവശ്യം നമ്മുടെ നാട്ടിലൊരു 1500-2000 മുകളിലേക്ക് വരുന്ന സ്ട്രെയിറ്റ്നറാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഇവിടെ സ്ട്രെയിറ്റ്നർ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇവിടെ നോർമലി വില കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സ്ട്രെയിറ്റ്നർ മേടിച്ചത്. പിന്നെ ഇവിടെ ഇതേപോലെ കുറേ സാധനങ്ങളുണ്ട്, ഷാമ്പൂ അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം ഉണ്ട്. അതായത് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ബൾക്കായിട്ട് എടുക്കുക ചെയ്യാം. അതായത് റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട് നമുക്കിവിടെ. ഞാൻ വൈബ്സ് മാത്രം മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ പുറത്തത്തെ റെസ്റ്റോറൻറ്റ്സിൽ ആൾക്കാരൊക്കെ ആയി. ഇനി ഞങ്ങൾ നേരെ പോകാൻ പോണത് എവിടെയാണ്? ചിലപ്പോൾ മറീന ബീച്ചിലേക്ക് പോവും. ഞങ്ങൾ നേരെ നടന്നാണ് പോയത്, കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ നടന്നാണ് പോയത് മറീന ബീച്ചിലേക്ക്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സമയത്ത്. നമ്മളിപ്പോൾ മെറീന ബീച്ചിലേക്ക് പോകാൻ ബീച്ചിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ബൈ ടാറ്റാ. വഴി തെറ്റിക്കുന്നു ഗൈസ്. ഇവ ഫ്രണ്ടിൽ പോണ പെണ്ണ് കൊള്ളാന്ന് പറഞ്ഞിട്ട് എന്നെ കൂടി കാണിച്ചു തട്ടി. എന്നെ വഴി തെറ്റിക്കുന്നു ഗൈസ്, എന്നെ വഴി തെറ്റിക്കുന്നു. നമ്മളൊരു മാള്, ഇത് മെറീന മാള്, ഇതാണ് മെറീന മാളിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇവിടെ പോകാൻ പോണേ കേട്ടോ, ബീച്ചിലേക്ക് പോകാൻ പോണേ. ഒരു വഴിയുണ്ട്, ആ വഴി കൂടി കയറിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോകണം. അപ്പം നമുക്ക് അകത്തോട്ട് പോവാം, അതോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് സോവർസിൽ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഇനി സോ പറയത്തില്ല, ക്ഷമിക്കണം. ഇനി ഞാൻ പറയത്തില്ല സോ. ഏട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ലൈറ്റ് ഉള്ളപ്പോൾ എടുത്താൽ മതി. സോ ഞങ്ങൾ വെട്ടത്തെത്തി. ഇത് ക്രോക്സിൻ്റെ ഷോപ്പാണ്, അതാണ് ഭയങ്കര വെട്ടാവും. ഞങ്ങൾ വെട്ടത്തെത്തി. നോക്കൂ. ഇപ്പം മറീന മാളിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെറീന മാള് വരുന്നത്. മാള് പിന്നെ ഒരു ബ്രിഡ്ജ്, അത് കഴിഞ്ഞ് നമുക്ക് നേരെ ആ ഒരു ബീച്ചിൻ്റെ പരിസരത്തേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഞാനിപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്, കാരണം ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇപ്പോൾ മാളിൻ്റെ അകത്ത് ആണെങ്കിൽ നല്ല നല്ല കടകൾ, അടിപൊളി കടകളൊക്കെ ഉണ്ട്. H&M-ഉം പിന്നെ അതുപോലെ സെഫോറയും അങ്ങനെ കുറേ കടകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അടിപൊളിയാണ്. 2ാമത്തെ പ്രാവശ്യം വന്നുകൊണ്ട് ഞാൻ മറന്നുപോയി, കാരണം ആദ്യം വന്നിടക്ക് ഞാൻ ഇവിടെ കയറിയതാണ്. എൻ്റെ അടുത്താണെങ്കിൽ ഏട്ടൻ പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നീ അലക്കരുത് മീൻസ് സംസാരിക്കരുത്. അതായത് ഇവർ പത്തനംതിട്ടക്കാരാണല്ലോ, അപ്പോൾ ഇവരിങ്ങനെ ഈ ഒരു സംസാരമൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടൻ, അത് ഒച്ചൊന്നും ഉണ്ടാക്കരുത്, പതിയെ സംസാരിക്കാൻ പാടുള്ളൂ പറഞ്ഞേക്കുന്നത്. എനിക്ക് ഒച്ച സംസാരിക്കാൻ പാടില്ല, ഒച്ച സംസാരിക്കാനായിട്ട് എന്നെ സമ്മതിക്കുന്നില്ല. സോ നമ്മളിപ്പോൾ മുകളിൽ ഞാൻ വാഷ്റൂമിൽ പോയി ഓൾറെഡി. ഞാൻ ലുലുവിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലുലുവിൽ വാഷ്റൂമിൽ പോയതുകൊണ്ട് ഏട്ടന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മാളിൽ കയറിയേക്കണേ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. സോ ഇവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. എൻ്റെ ലിപ്സ്റ്റിക്ക് എങ്ങനെയുണ്ട് ഷെയ്ഡ്? സെഫോറയാണ്, ഷെയ്ഡ് നമ്പർ 42 സെഫോറ ഷെയ്ഡാണ്. ഡ്രസ്സ് H&M, എല്ലാം വിളിച്ച് കൂകുവാണ് ഞാൻ. H&M പക്ഷെ ഞാൻ ഇവിടെ നിന്നല്ല കേട്ടോ എടുത്തത്, വേറെ H&M എടുത്ത. അപ്പം അടിപൊളി മോള്. ഇവിടെ കുവൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ മാളുകളുണ്ട്. മീൻസ് ചൂട് കൂടുതലായതുകൊണ്ട് ആൾക്കാർ ഏറ്റവും പ്രിഫർ ചെയ്യണത് മോൾസിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കുവൈറ്റിൽ ധാരാളം മോൾസ് ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ ഒരു മാള്, ഇത് മറീന മാള്. കണ്ടോ, എല്ലാ മാളും അത്യാവശ്യം അടിപൊളി മാളാണ്. ഇവർ ചെയ്യുന്ന മാളുകളെല്ലാം അടിപൊളിയാണ്, അത്യാവശ്യം നല്ല മാളുകളാണ് എല്ലാം അടിപൊളിയാണ്. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോകാം.
ഇതൊരു എന്തെന്നാണ് പറയണ, പച്ചപ്പ് നിറഞ്ഞ മാളാണ് ഗൈസ്. എവിടെ നോക്കിയാലും കുറെ പന കാണാം. അടിപൊളി ലൈറ്റ്. മാഡം മറ്റേ ഐസ്ക്രീം, പറ്റിക്കൽ ഐസ്ക്രീം, ഫുഡ് ഐസ്ക്രീം. സോറി, ഡാൻസ് കളിക്കണ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്ക് അവർ ഡാൻസ് കളിക്കുകയാണ് ഗൈസ്. നമ്മളപ്പോൾ നേരെ ഇതേ ബ്രിഡ്ജിലേക്ക് കയറുന്നതാണ്. അപ്പം മോള് ഇവിടെ വെച്ച് തീരും. ഇതാണ് മോള് ഇവിടെ വെച്ച് തീരും. ഇനി നമ്മൾ നേരെ ബ്രിഡ്ജിലേക്കാണ് കയറുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ബ്രിഡ്ജാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് കേട്ടോ, ഇതുപോലത്തെ വേറെ ബ്രിഡ്ജ് ഇല്ല. ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ബ്രിഡ്ജിലാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ ബ്രിഡ്ജുമാണ്. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു ഷോപ്സ് അതിനുള്ളിൽ തന്നെ താഴെ റോഡ് പോവാണ്, മീൻസ് വണ്ടികൾ പോവാണ്. അപ്പോൾ ഇതാണ് ബ്രിഡ്ജ് വരുന്നത്. കാണിച്ചു തരാം. അപ്പം ഞാൻ റോഡ് വരുന്ന സ്ഥലം കാണിച്ചു തരാം. റോഡ് വരുന്ന സ്ഥലം ഒത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. വെയിറ്റേ. സോ ഗൈസ്, ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതാ വണ്ടി പോണുണ്ടോ? ഇതാണ് ബ്രിഡ്ജ്. സോ ലൈക്ക് നമ്മൾ എന്താ പറയണേ, ഓവർ ബ്രിഡ്ജ് ഇല്ലേ, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു മാളിന്ന് കണക്ട് ചെയ്തേക്കണെന്ന് മാത്രം. മാളിന്ന് കണക്ട് ചെയ്ത് നേരെ ഒരു ബീച്ചിലേക്കാണ് എൻട്രൻസ് വരുന്നത്. അത്രേ ഉള്ളൂ. അതായത് ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയേക്കുന്നതാണ്. മറീനയിലാണ് വന്നേക്കണേ. അയ്യപ്പ ഇപ്പം എൻ്റെ കൈ തട്ടി മൊബൈൽ താഴെ പോയേനെ. സോ ഇതാണ് നല്ല കാറ്റുണ്ടേ. ഇവിടെ റമദാൻ്റെ ഇതായതുകൊണ്ടാണ് ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ടേക്കണത്. റമദാനാണല്ലോ, റമദാൻ ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടേക്കണേ. നിങ്ങൾ കാണുന്നുണ്ടോ? അത് കടലല്ല, പുഴയാണെന്ന് തോന്നുന്നു. കടലാണ്. കടലിൻ്റെ ഒരു മുഖം, മീൻസ് ഒരു കൈവരി എന്നല്ലേ പറയണേ. അതെ, അത് തന്നെ. സോ ഇനി ബാക്കി നമുക്ക് താഴെ പോയിട്ട് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ. സോ നമ്മൾ താഴെ എത്തി. വെട്ടം കുറവാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, വെട്ടം കുറവാണ്. ഇതെല്ലാം റെസ്റ്റോറൻ്റ് ആണ്. ഇതെല്ലാം മറ്റേ ഔട്ട് സൈഡ് ഇരിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവർക്ക്, അതായത് ഈ കുവൈറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ ടൈം ആകുമ്പോൾ ഇവർ ഈ റെസ്റ്റോറൻറ്റ്സ് പുറത്ത് കസേരയും കോടയൊക്കെ വിരിച്ചിടും. എന്നിട്ട് ആൾക്കാർ ഇവിടെ വന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. പക്ഷേ ഇവർ ഈ ചൂട് സമയം വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ ചൂട് സമയമാവും, ഇന്നിപ്പോൾ നല്ല തണുപ്പുണ്ട്, പക്ഷേ ചൂട് സമയം ആകുമ്പോഴത്തേക്കും നേരെ തിരിയും. ഇവരെല്ലാവരും മാളിലേക്കേ വരത്തുള്ളൂ. സോ മാളിൽ തിരക്ക് കൂടും. ഈ സമയത്ത് ഔട്ട് സൈഡ് റെസ്റ്റോറൻറ്റ്സ് എല്ലാത്തിനും നല്ല ബിസി ആയിരിക്കും. കാരണം നല്ല തണുപ്പല്ലേ. അപ്പോൾ അവരിവിടെ ഫുഡൊക്കെ കഴിച്ച് കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് ഇനി ഇരിക്കും. ഇതെന്താണെന്നറിയോ? ഇതാണ് യാട്ട്. അറിയാലോ, ഓൾറെഡി പറയേണ്ട കാര്യമില്ലല്ലോ. സോ മറീനയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനമാണ് യാട്ട്. അടിപൊളിയല്ലേ? ഇതിനെപ്പറ്റി ഞാൻ ഇവിടെ കയറിയിട്ടില്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല. ഞങ്ങൾ പക്ഷെ ഒരു ദിവസം പോകും അല്ലേ? എന്നാണോ എന്തോ പോകും ഞങ്ങൾ. പക്ഷെ കണ്ടോ, അടിപൊളിയാണ്. ഓക്കെ. സോ ഇത് കണ്ടോ, ഇതിനകത്ത് അകത്തിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതായത് ഇത് ഫുൾ AC ആണ്. ചൂട് സമയത്ത് ഈ കടലിലൊക്കെ പോകുമ്പോഴത്തേക്കും കണ്ടു ഇത് ഫുള്ള് ഗ്ലാസ്സാണ്. പക്ഷെ ഇതങ്ങനെയല്ല. പക്ഷേ ഇത് സെറ്റപ്പാണ്. ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്ലാസ്സാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരിക്കണത് സെറ്റപ്പൊക്കെയാണ്. പിന്നെ മുകളിലും ഇരിക്കാം ആൾക്കാർക്ക്. ഇതൊക്കെ ഞാനിവിടെ ഏട്ടൻ്റെ അവിടെ എന്താണ് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിവിടെ കണ്ടോ ബെല്ല. ഈ ഡോഗിൻ്റെ പേര് ബെല്ല എന്നാണേ. സോ ക്യൂട്ട്. സീ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കാറ്റായതുകൊണ്ട് ഇത് അടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ കഴിക്കട്ടെ. ഇതിനെന്തോ 750 ഫിൽസ് എന്തോ ആയി. നല്ല പൈസ ഉണ്ട് കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലാണ് ആയതുകൊണ്ടാണെന്നല്ല, ഞങ്ങളിത് ഇതിൻ്റെ അടിയിലാണ് ഇരുന്ന് കഴിക്കണത്. ഇനി ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തേക്കാണ് പോണത്. കണ്ണ് തള്ളിയിരിക്കുവാണ് ഗൈസ്. ഇവിടുത്തെ ചെരുപ്പൊക്കെ കണ്ടിട്ട് അടിപൊളി കളക്ഷൻസ്. കുവൈറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ആണ്. അടിപൊളി. എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ല, ഞാൻ കാണിച്ചു. ചെരുപ്പൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതിനെല്ലാത്തിനും നല്ല പ്രൈസ് ഉണ്ട്. 20 KD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്രയാണ്? 20 KD എന്ന് വെച്ചാൽ എത്രയാണ്? 5000-ന് മുകളിലുണ്ട് ഈ ബാഗ്. കണ്ടാ പറയൂ, വള്ളി പോലും ഇല്ലാത്ത ബാഗ്.
സഞ്ചി പോലത്തെ സാധനം 5000-ന് മേളിൽ. ചെരുപ്പൊക്കെ കണ്ടോ നിങ്ങൾ? അടിപൊളി. പക്ഷെ എല്ലാത്തിനും നല്ല പ്രൈസാണ്. ഞാൻ ഒരു ഷോപ്പിൻ്റെ അകത്ത് കയറി കാണിച്ചു തരാം. സി, നിങ്ങളിത് കാണൂ ഗൈസ്. കല്ലും മുള്ളും വജ്രമൊക്കെ നിറച്ച അതാണ്. അടിപൊളിയാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കര ടയേർഡായി. ഞാൻ ഒന്ന് വെട്ടത്തേക്ക് പോട്ടെ. ഇവിടെ ഭയങ്കര നോയ്സ്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡായി. ഇന്നത്തെ വ്ളോഗ് ഇവിടം വരെ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു. സോ ഏട്ടൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വ്ളോഗ് എൻ്റെയാണ്. ഇനി ഒന്നുമില്ല, നേരെ ഞാൻ ടാക്സി വിളിച്ച് റൂമിൽ പോകും. അത്രേ ഉള്ളൂ. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ എൻ്റെയാണ്. അപ്പം അത്രേ ഉള്ളൂ. കുറേ അലഞ്ഞു, കുറേ നടക്കാനുണ്ടായിരുന്നു, കുറേ നടന്നു. ഇനി പറ്റുമെങ്കിൽ ഞാൻ റൂമിൽ വന്നിട്ട് ഞാൻ ബാക്കി പറയാം. എന്താ ഇനി നടക്കാൻ ഒന്നുമില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ റൂമിൽ പോകും. അത്രേ ഉള്ളൂ. ഞാൻ ടാക്സി വിളിച്ച് റൂമിൽ പോകും. ഏട്ടൻ്റെ റൂം ഇവിടെ അടുത്താണ്. അപ്പോൾ ഏട്ടൻ ഇവിടെ നിൽക്കും, ഞാൻ റൂമിൽ പോകും. അപ്പം അത്രേ ഉള്ളൂ. ഇത് ഏതൊരു മാളാണ് കേട്ടോ. കാരണം ഇവിടെയാണ് വെട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വെട്ടത്തിൻ്റെ അടിയിൽ വന്ന് നിന്ന് സംസാരിക്കാം. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.